പഞ്ച് വരുമ്പോൾ 2022 മോഡല് റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. 4 ലക്ഷം രൂപക്ക് ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി വിടാൻ പറ്റും. ഡിസയർ ഇത് നമുക്ക് ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ് നിൽക്കുന്നത്. ഡീസലാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 23 മോഡല് 28 വരെ കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്. 5 വർഷം കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്. അതും ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റും. സീറോ ഡൗൺ പേയ്മെന്റ് അടുത്ത വണ്ടിയാണ് കിടക്കുന്നത്. കമ്പനി സർവീസ് അണ്ടർ വാറന്റിയിൽ നിൽക്കുന്നുണ്ട്. 26 10 മാസം വരെ വാറന്റി ഉള്ള ഫുൾ ലോണിൽ വണ്ടി ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 18-20 മൈലേജും കിട്ടും. ഇതിനും ഫുൾ ടാങ്ക് ഡീസൽ നമ്മൾ കൊടുക്കും അല്ലേ? ഇത് എത്ര ലിറ്റർ ഉണ്ടാവും? ഇതിന് എങ്ങനെ പോയാലും 50 മേലെ ഉണ്ടാവും അല്ലേ? ഏകദേശം ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനൽ 3.25 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കാൻ പറ്റും. 3,75,000. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഓഫറുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ എസ് എ കാശിന്ന്. അഫ്സലിക്ക, എന്താണ് ഓഫർ എന്ന് പറഞ്ഞോളൂ. ഫുൾ ടാങ്ക് ഫ്യൂല് കൊടുക്കുന്നുണ്ട്. പെരുന്നാള് ഓഫർ മാർച്ച് എൻഡിങ്ങിന്റെ ഇത് വെച്ച് മാർച്ച് 31 വരെ നമുക്ക് പെരുന്നാളിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂല് പെട്രോളോ ഡീസലോ എന്താണോ അത് ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കാം. ഫുൾ ടാങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ എസ് എ കാറിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലെ മെട്രോ പില്ലർ നമ്പർ 257 തൊട്ടടുത്തായിട്ട് തന്നെയാണ്. 2 ഷോറൂം ഉണ്ട്. 2 ഷോറൂം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി തന്നെയാണ്. അപ്പോൾ വീഡിയോ തുടങ്ങാം അല്ലേ? യെസ്. അപ്പോൾ ആദ്യത്തെ വണ്ടി ഒരു കുഞ്ഞു വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാനോ ആണ് കിടക്കുന്നത്. ഏതാ മോഡല്? 2015 ടാറ്റോ നാനോ ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. 60,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 1,50,000 രൂപ. വിൻഷീൽഡ് മാത്രം റീപ്ലേസ്, വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 150 ലാസ്റ്റ് പ്രൈസ് ആണോ? 150 എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫുൾ ടാങ്ക് നമ്മൾ പെട്രോൾ ഓഫർ ഇട്ടിട്ടുണ്ട്. ഫുൾ ടാങ്ക് ഇന്ധനം ഉണ്ടാവും. പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, നാനോക്കാണെങ്കിലും ഏത് ഇന്നോവ ക്രിസ്റ്റൊക്കെ ആണെങ്കിലും നമ്മൾ ഫുൾ ടാങ്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോ ഇതിന് ഫിനാൻസ് കിട്ടില്ല, റെഡി ക്യാഷ് ആണ്. റെഡി ക്യാഷ് എടുക്കേണ്ടി വരും. അടുത്തതൊരു നിസാൻ മൈക്ര വരുന്നത് 2017 മോഡല്. 40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന എക്സൽ CVT ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി. ഓക്കെ. അപ്പോൾ വില നമുക്ക് 3,80,000 രൂപ ഫൈനൽ കൊടുക്കാം. 380 ഫൈനൽ പ്രൈസ് പറയുന്നുണ്ട്. ഫിനാൻസ് കയറും. നമുക്ക് 3.5 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. 3.5 വരെ കയറും കേട്ടോ. ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. ഫുൾ ഹിസ്റ്ററി വണ്ടിയാണ്. അടുത്ത പഞ്ച് വരുമ്പോൾ 2022 മോഡല്. പഞ്ച് പ്യുവർ എന്ന് പറഞ്ഞ മോഡലാണ്. അന്ന് ഇപ്പോഴത്തെ സെക്കൻഡ് വേരിയന്റ് ആണ്. അന്ന് ബേസ് ആയിരുന്നു. 2 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങൾ ഒക്കെ വരുന്ന വണ്ടി. 40,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 4,50,000 രൂപ ഫൈനൽ കൊടുക്കാൻ പറ്റും. 450 അതിനകത്ത് ഈ പറഞ്ഞ പോലെ 4.5 അടുപ്പിച്ച് തന്നെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ഒരു 4 രൂപ എന്തായാലും ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ചെയ്തിറക്കി വിടാൻ പറ്റും. അടുത്തത് കൈഗർ വരുന്നത് റിനോൾട്ടിന്റെ 2021 മോഡൽ വണ്ടി. 54,000 കിലോമീറ്റർ കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി. സിംഗിൾ ഓണർ. ഈ പറഞ്ഞ പോലെ ബേസ് മോഡലാണ്. RXE. നമുക്ക് ഫൈനൽ 4 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 4 ലക്ഷം രൂപ ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി വിടാൻ പറ്റും. ഇതിന്റെയും വിൻഷീൽഡ് റീപ്ലേസ്മെന്റ് ഉണ്ട്. വിൻഷീൽഡ് മാത്രമേ ഉള്ളൂ. കമ്പനി ഉള്ളതാണ്. അത് കല്ലടിച്ചുകൊണ്ടിട്ട് മാറിയതാണ്. അത് അരൂര് ബൈപ്പാസിൽ പണിയുടെ ഇടക്ക് പറ്റിയതാണ്. ജെനുവിൻ റീസൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കറക്റ്റ് ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാം ഉള്ളതാണ്. ബേസ് മോഡൽ വണ്ടിയാണെന്നുള്ളൂ. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. നല്ല വണ്ടിയാണ്. ആ ഒരു ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് വണ്ടി ഓക്കെയാണ്. സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി നമുക്ക് ഇറക്കി വിടാൻ പറ്റും. അടുത്ത ഡിസയർ ഇത് നമുക്ക് ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ് നിൽക്കുന്നത്. ഡീസലാണ്. 2008 മോഡല് VDI. നമുക്ക് 1,65,000 രൂപ വണ്ടി കൊടുക്കാം. 165. തേർഡ് ഓൺഷിപ്പ് 1.40 സംതിങ് ഓടിയിട്ടുണ്ട്. അത്യാവശ്യം കമ്പനി സർവീസ് ഉള്ള വണ്ടി തന്നെയാണ്. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. മോഡലിന്റെ പഴക്കം മാത്രമേ ഉള്ളൂ. 2028 വരെ പേപ്പർ ഉണ്ട്. റെഡി ക്യാഷ് കൊണ്ടോളൂ. ഒരു 1.65 ഡീസൽ വണ്ടി കിട്ടാൻ നോക്കി നടക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ടാവും. 18-20 മൈലേജ് കിട്ടും. ടയർ കണ്ടീഷൻ എല്ലാം ഉണ്ട്. വണ്ടി ആവറേജ് ക്വാളിറ്റി. 2008 മോഡലിന്റേതായ നമുക്ക് പറയാനുള്ളതുണ്ട്. അതിനകത്തും ഫിറ്റിംഗ്സ് ഉണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വണ്ടി എല്ലാം നല്ലതാണ്. അപ്പോൾ നമുക്ക് ഏത് ഇയർ പോലെയൊക്കെ ഫിനാൻസ് വരുമ്പോൾ നമുക്ക് 2014 മേളിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 15 കൊല്ലമാണ് ഫിനാൻസ് കമ്പനീസ് നോക്കുന്നത്. അടവ് തിരിച്ചടവ് വരുമ്പോൾ. അപ്പോൾ 14 മോഡൽ ചെയ്താൽ തന്നെ 15 എന്ന് പറയുമ്പോൾ നമുക്ക് 2029 തീരണം. അപ്പോൾ ഏകദേശം 4 വർഷം മാക്സിമം കിട്ടുള്ളൂ. 3 to 4 വർഷമാണ് അപ്പോൾ ആ മോഡൽ വണ്ടികൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 16-17 ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 വർഷം ചെയ്യാൻ പറ്റും.
ലേറ്റസ്റ്റ് മോഡലൊക്കെ ആകുമ്പോൾ 7 വർഷത്തേക്ക് 7 വർഷമില്ല. യൂസ്ഡ് കാറിന് 5 ഇയേഴ്സ് ആണ്. പിന്നെ 6 ഇയേഴ്സ് ചെയ്യുന്നുണ്ട്. അത് ഓരോ ബാങ്കിന്റെ സ്കീം അനുസരിച്ചിരിക്കും, പിന്നെ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും. നമ്മൾ എല്ലാവരും അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കണമെന്നില്ല. പിന്നെ നാഷണലൈസ്ഡ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ കാനറ ബാങ്ക് പോലത്തെ ബാങ്കുകൾ പുതിയ വണ്ടിയുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് 3 വർഷം പഴക്കമുള്ള വണ്ടിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എല്ലാ വണ്ടിക്കും കിട്ടൂല, എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടൂല. 60% ഫണ്ടിങ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ഫുൾ ഫിനാൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. പക്ഷെ പുതിയ സിവിൽ സ്കോർ വേണ്ടി വരും, അത്യാവശ്യം വേണ്ടി വരും, വേണ്ടി വരും. അതേപോലെ പ്രൊഫൈലുള്ള കസ്റ്റമർ ആയിരിക്കണം. 60% ഫണ്ടിങ് കിട്ടുള്ളൂ. അതാണ് മെയിൻ ഇഷ്യൂ. അത് മാത്രം നോക്കിയാൽ മതി. അടുത്ത ആസ്പെയർ വരുമ്പോൾ 2017 മോഡൽ 18 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ടൈറ്റാനിയം വണ്ടി നിൽക്കുന്നു. പെട്രോൾ മാനുവൽ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ സെക്കൻഡ് ഓണർഷിപ്പ് ആയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് വരുമ്പോൾ 3,50,000 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞ 3.5 നമുക്ക് എങ്ങനെ പോയാലും 3.5 നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഫോർഡിന്റെ ആസ്പെയർ വരുന്നത്. നീറ്റ് വണ്ടിയാണ്. അടുത്തത് മാഗ്നേറ്റ് CVT ആണ്, ഓട്ടോമാറ്റിക് വരുന്നത്. 2022 മോഡലാണ്. 2023 മോഡൽ 28 വരെ കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്. 5 വർഷം കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്. സ്പെഷ്യൽ എഡിഷൻ ആണ്. ഫുൾ ഓപ്ഷനിൽ റെഡ് എന്നും പറഞ്ഞൊരു വേരിയന്റ് വന്നാണ്. സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും സീറ്റിലും എല്ലാം ചെയ്തേക്കുന്നതാണ്. പുഷ് ബട്ടന്റെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഫുൾ ഫീച്ചേർഡ് വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് വരുന്നത് നമുക്ക് 40,000 കിലോമീറ്റർ ഓടിയേക്കാണ്. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇത് നമുക്ക് 7.25 രൂപ ഫൈനൽ കൊടുക്കാം. 7.75. അതും ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റും. സീറോ ഡൗൺ പേയ്മെന്റ് അടുത്ത വണ്ടിയാണ് കിടക്കുന്നത്. നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ CVT ആണ്. CVT ഗിയർ ബോക്സ് ആണ്. മാഗ്നറ്റ് AMT-ലും വരുന്നുണ്ട്, CVT-ലും വരുന്നുണ്ട്. ഇത് CVT ആണ്, കൂടിയ മോഡൽ വണ്ടിയാണ്. നല്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്തൊരു സോണറ്റ് വരുന്നത് 24 മോഡലാണ്. 50,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. കമ്പനി സർവീസ് അണ്ടർ വാറന്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. 24 മോഡല്. അത് നമുക്ക് 7.5 ലക്ഷം രൂപ വണ്ടി ഫൈനൽ കൊടുക്കാൻ പറ്റും. 7.5. ഇത് മാനുവൽ അല്ലേ? മാനുവൽ. പെട്രോൾ മാനുവൽ മിഡ് വേരിയന്റ് വരുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എന്താ പറയാ, സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ ഇതുള്ള അലോയ്സ് എല്ലാം ഉണ്ട്. ഏറ്റവും ടോപ്പ് ലൈൻ GT ലൈൻ വരും. അതിന്റെ തൊട്ട് താഴെ വരുന്ന വണ്ടിയാണ് HTX വരുന്നത്. അടുത്തത് വെന്യൂ വരുന്നത് 2023 മോഡൽ വണ്ടി. ഡീസൽ മാനുവൽ S+ എന്ന് പറഞ്ഞ വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് വരുമ്പോ ഡീസലാണ്. നമുക്ക് ഫൈനൽ 9 ലക്ഷം രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. ഇത് 54,000 കിലോമീറ്റർ കമ്പനി സർവീസ് അണ്ടർ വാറന്റിയിൽ നിൽക്കുന്നുണ്ട്. 26 10 മാസം വരെ വാറന്റി ഉള്ള ഓൺഷിപ്പ് സിംഗിൾ. ഡീസലുമാണ്. നമുക്ക് ഫുൾ ഓണിൽ വണ്ടി ചെയ്യാൻ പറ്റും. ഒരു 18-20 മൈലേജും കിട്ടും വണ്ടി. കിട്ടും. 1.4 നിൽക്കുന്ന 1.5 നിൽക്കുന്ന എഞ്ചിനാണ്. ഡീസലാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഇത്ര നേരം കണ്ടതില് 2 വണ്ടിക്ക് റീപ്ലേസ്മെന്റ് ഉള്ളൂ. 2 വണ്ടിക്കാണ്. അത് ഫ്രണ്ട് ഗ്ലാസ് നാനോക്കും നമ്മുടെ പഞ്ചിനും മാത്രം. പഞ്ചിനല്ല, സോറി, കൈകറിന്. അപ്പോ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ വെള്ളം കയറിയ വണ്ടികളൊന്നും നമ്മളോട് ചെയ്യുന്നില്ല. ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ കസ്റ്റമർ വരുമ്പോൾ നമ്മൾ പറയുകയും ചെയ്യും കേട്ടോ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇന്നോവ ക്രിസ്റ്റ ആണ്. എന്നിട്ടാ ചാർജ് ചെയ്യണോ? ഞാൻ പറഞ്ഞല്ലേ ചാർജ് ചെയ്യണമെന്ന്. കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ മറ്റേ പവർ ബാങ്ക് ഇല്ലേ, എനിക്ക് ഒരു കുഞ്ഞ് സെറ്റപ്പ് പവർ ബാങ്ക് ഉണ്ട്. ഞങ്ങളിപ്പോൾ എവിടെ പോയാലും അതുകൊണ്ടാണ് നടക്കുന്നത്. നമുക്ക് ഇവരെയും കൂടി ഒന്ന് കാണിച്ചു കൊടുത്താലോ? പവർ ബാങ്ക് വാങ്ങാൻ നേരത്തുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് പവർ ബാങ്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പവർ ബാങ്ക് ആയിരിക്കും ചിലപ്പോൾ വാങ്ങാൻ ശ്രമിക്കുന്നത്. അതല്ലെങ്കിൽ നല്ല കനം ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ചെറിയ ഒരു പവർ ബാങ്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. വേറൊന്നുമല്ല, അഗാരോ എന്ന ബ്രാൻഡിൻ്റെ നാനോ പവർ ബാങ്ക്. പേര് പോലെ തന്നെ വളരെ കുഞ്ഞപ്പനാണ്. ചെറിയ പവർ ബാങ്കാണ്. 10,000 mAh ഉണ്ട്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇടാം, കണ്ടോ, ഞെട്ട പോലെ ഇടാം. അതല്ലെങ്കിൽ നമ്മുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഇടാം. ഒന്നും അല്ലെങ്കിൽ ജസ്റ്റ് കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകാം. നമ്മുടെ വണ്ടിയുടെ കീടെ അത്രേ ഉള്ളൂ, കണ്ടോ. അതുകൂടാതെ നമ്മുടെ ഒരു ഇയർബഡ് ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ഇയർബഡൊക്കെ ഏകദേശം ഇത്രേ വരുള്ളൂ. ഇയർബഡിൻ്റെ അത്രയും കൂടി ഇല്ല. അതുകൂടാതെ നമ്മുടെ ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു 6 ഇഞ്ച് 5 ഇഞ്ച് മൊബൈൽ ഫോൺ ആണെങ്കിൽ ഏകദേശം അതിൻ്റെ പകുതിയോളം മാത്രമാണ് നമുക്ക് ഈ പവർ ബാങ്ക് വരുന്നുള്ളൂ. എന്നിരുന്നാലും 10,000 mAh ആണ്. 22.5 വോൾട്ടാണ് ഇതിൻ്റെ പവർ ചാർജിങ് വരുന്നത്. പവർ ബാങ്കിനോടൊപ്പം ബോക്സിൽ വരുന്നത് Type C ചാർജിങ് കേബിളും 1 ഇയർ വാറണ്ടി കാർഡ് വിത്ത് യൂസർ മാനുവലും വരുന്നു. ഇതാണ് എൻ്റെ പവർ ബട്ടൺ വരുന്നത്. ഓണും ഓഫ് ഇതാണ്. 4 പവർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. 4 കട്ടയുണ്ട്. 4 കട്ടയെന്നാണ് ഫുള്ളാണ്. അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലോ ആയി പോകുന്നതാണ്. 10,000 mAh ആണ് ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഇതാണ് പവർ ബാങ്ക് ചാർജ് ചെയ്യുന്ന സ്ലോട്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണോ വേറെ എന്ത് സംഭവങ്ങളോ ചാർജ് ചെയ്യുക. C to C ചാർജിങ് വരുന്നുണ്ട്.
USB സ്ലോട്ട് വരുന്നുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ചാർജ് ചെയ്യാം. അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യാം. ഷോർട്ട് സർക്യൂട്ട്, ഓവർ ടെമ്പറേച്ചർ, ഓവർ വോൾട്ടേജ്, ഓവർ കറണ്ട് ഇതൊന്നും ഈ ഡിവൈസിനെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും നിങ്ങൾ കരുതണ്ട. വളരെ ലൈറ്റ് വെയിറ്റും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ സിമ്പിളുമായ ഈ അഗാരോ നാനോ പവർ ബാങ്ക് ഓഫർ പ്രൈസിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുക, ഉപയോഗിക്കുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ക്രിസ്റ്റ 2021 മോഡല് ക്രിസ്റ്റ GX ഓട്ടോമാറ്റിക് 8 സീറ്ററാണ് വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന 68,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ നിൽക്കുന്ന വണ്ടി. അഡീഷണൽ 360 ക്യാമ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി സർവീസ്, ആക്സിഡന്റോ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. നമുക്ക് 21,25,000 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. 25 നമുക്കൊരു 15-16 രൂപ വേണം ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 5 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി വിടാം. ലാസ്റ്റ് പ്രൈസ് ആണോ? എന്തെങ്കിലും വ്യത്യാസം ചെയ്ത് കൊടുക്കാം. കച്ചവടം ഇപ്പൊ നമ്മൾ ചോദിക്കണ പൈസ തന്നെ എല്ലാവരും തന്നെ ഒന്നും നിർബന്ധമില്ല. വണ്ടി വിളിച്ച് ലാസ്റ്റ് പ്രൈസ് ചോദിക്കണമെങ്കിൽ അതിനകത്ത് ഒരു അർത്ഥമില്ല. ഇപ്പൊ നമ്മള് ചിലപ്പോൾ അതിൽ കുറച്ചായിരിക്കും ചിലപ്പോൾ നമുക്ക് കൊടുക്കും. പക്ഷെ ഇവിടെ വന്ന് വണ്ടി കണ്ട് അവർക്ക് ഓക്കെയാണ്, വണ്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടി കാണണം. വിളിച്ച് ഉള്ള ഡീലിങ്ങിലേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾ വന്ന് നോക്കി വണ്ടി ഇഷ്ടപ്പെട്ട് ബാക്കി കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണല്ലേ. ഇതിനും ഫുൾ ടാങ്ക് ഡീസൽ നമ്മൾ കൊടുക്കും അല്ലേ? ഇത് എത്ര ലിറ്റർ ഉണ്ടാവും? ഇതിന് എങ്ങനെ പോയാലും 50 മേലെ ഉണ്ടാവും അല്ലേ? 50-60 ലിറ്റർ ഡീസൽ കയറും. ഡീസൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വണ്ടിയോടൊപ്പം കിട്ടുന്നതായിരിക്കും. അടുത്തത് ബലേനോ വരുന്നത് 2016 മോഡൽ 17 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന 80,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് ഡെൽറ്റ വേരിയന്റിൽ നിൽക്കുന്ന പെട്രോൾ മാനുവൽ വണ്ടി. ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ വണ്ടി കൊടുക്കാൻ പറ്റും ഫൈനല്. അതിനകത്ത് 4 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അഡീഷണൽ ആയിട്ട് അലോയ് വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റ് വണ്ടിയാണ്. ഡെൽറ്റയിൽ വരുന്നില്ല, അലോയ് വരുന്നില്ല. ഇത് കമ്പനി അലോയ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. വണ്ടി നീറ്റാണ്. കമ്പനി സർവീസിലേക്ക് വണ്ടി. ടയർ കണ്ടീഷൻ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എടുത്ത് പറയാത്തത്. പിന്നെ തേഞ്ഞ് അറ്റപ്പറ്റയായ ടയറൊക്കെ നമ്മൾ മാറ്റി കൊടുക്കൂലേ? ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇത് പറഞ്ഞു പോകാം. ഇത് നമുക്ക് അമേസ് വരുന്നത് 2015 മോഡല് സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന 1 ലക്ഷം കിലോമീറ്റർ ഓടി ഉണ്ട്. പെട്രോൾ മാനുവല് എസ് വേരിയന്റിൽ നിൽക്കുന്ന വണ്ടി. ഇത് നമുക്ക് ഫൈനലിൽ 3 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ലോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-2.5 അടുപ്പിച്ച് ലോൺ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി ഏകദേശം 80,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, നീറ്റ് വണ്ടിയാണ്. അടുത്തത് വരുന്നത് നമുക്ക് ഫോർട്ട് ഫിഗോയാണ് വരുന്നത്. പെട്രോള് ഓണർഷിപ്പ് 3rd ആയിട്ടുണ്ട്. വണ്ടി കിലോമീറ്റർ ഓടിക്കുന്നത് 50,000 സംതിങ് ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം 30,000 കിലോമീറ്റർ വരെ സർവീസ് ഉണ്ട് വണ്ടിക്ക്. 3rd ഓണർഷിപ്പ് അയക്കുന്ന വണ്ടി എന്നുള്ളൂ. ട്രെൻഡ് പ്ലസ് ആണ് വണ്ടി വരുന്നത്. പെട്രോൾ മാനുവൽ. ഇത് നമുക്ക് 3 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് ലോൺ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 2.5-3 അടുപ്പിച്ച് ലോണും കിട്ടും. ഏകദേശം ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നിങ്ങൾ ട്രാക്ക് ഒക്കെ ആയിരിക്കണം. ട്രാക്ക് ഒക്കെ ആയിരിക്കണം. അടുത്ത വീണ്ടും ഫോർഡിന്റെ ആസ്പെയർ വരുമ്പോൾ നമുക്ക് ഫിഗോ ആസ്പെയർ വരുന്നത് 2019 മോഡലാണ്. 19 മോഡല് വണ്ടിക്ക് നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന 60,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി 360 നമുക്ക് കൊടുക്കാൻ പറ്റും. സെക്കൻഡ് ഓണർ. ഇതും ട്രെൻഡ് പ്ലസ് ആണ്. പെട്രോൾ ആണോ? പെട്രോൾ മാനുവൽ. 3,60,000 രൂപ ഫൈനൽ ചെയ്യാം. 3,60,000 രൂപ. അതിന്റെ ഫിനാൻസ് വീഴും. ഇതിനും നമുക്കൊരു 3-3.5 ഒളിച്ച് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 50 രൂപ നിങ്ങൾ കൈ കരുതിയാൽ നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. അപ്പൊ അടുത്ത വണ്ടി നിസാന്റെ ടെറാനോ ആണ് വരുന്നത്. 85 BS RXL 4 കടുകുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർ 1.10 ഓടിയേക്കണ്. കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി. കമ്പനി സർവീസ് ആണ്. ഇത് നമുക്ക് ഫൈനലിൽ 3.25 ലക്ഷം രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. 3,75,000. ഇതും ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാം. ഇത് നമുക്കൊരു എർട്ടിഗ ഉണ്ടല്ലേ? എർട്ടിഗ ഉണ്ട്. നമ്മുടെ ഷോറൂമിൽ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ അത് തന്നെ 2016 മോഡലാണ്. എർട്ടിഗ VDA ആണ് വരുന്നത്. ഡീസൽ ആണല്ലേ? ഡീസൽ 1,30,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. അലോയ് വീല് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റാണ്. അത്യാവശ്യം ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. നമുക്ക് 5.25 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 5.25. ഒരു 75 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി വിടാൻ പറ്റും. ഒരു 5 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 5 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. 7 സീറ്റർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ടച്ചപ്പ് കയറിയിട്ടുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് വൈസ് അടിപൊളിയാണ്. പുതിയ ഷേപ്പാണ്. ഹൈബ്രിഡ് ആണ്. ഗ്രില്ലൊക്കെ ക്രോം ഇത് ഹൈബ്രിഡ് ആണ്. 2016 മോഡൽ. അപ്പോ ഇത്തരം വണ്ടികളാണ് ഉള്ളത്. ഇനി നമുക്ക് ഏതെങ്കിലും വണ്ടികളുണ്ടോ? ഇനിയുണ്ട്. 2015 ഇന്നോവ എടുപ്പുണ്ട്. അപ്പുറത്ത് മാറ്റിയിട്ടുണ്ട്. അത് വരുമ്പോ റീവണ്ടിയാണ്. 8,50,000 രൂപ കൊടുക്കാൻ പറ്റും. 8 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. നമ്പർ 2 വർഷമായിട്ട് ഇവിടെ നമ്പർ ആയ വണ്ടിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റും. 50,000 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി വിടാൻ പറ്റും.
അപ്പോൾ നമ്മുടെ കാറ്റലോഗ് നമ്പർ കൊടുത്തേക്കാം, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ വാട്സപ്പിൽ ഒരു ഹായ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ കാറ്റലോഗ് അയച്ചു കൊടുക്കാറുണ്ട്. അത് നോക്കിയിട്ട് രണ്ട് ഷോറൂം ഉള്ളതുകൊണ്ട് 2 ഷോറൂമിലെ 2 വണ്ടികളും ഉണ്ടാവും. ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ അവിടെ ഉണ്ടാവും, അവിടെ ഇല്ലാത്തതുകൊണ്ടിൽ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇവിടെ ഇപ്പോൾ കാണിക്കാത്ത വണ്ടികൾ വേണമെന്നുണ്ടെങ്കിലും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഓഫറിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട, നമ്മൾ പെരുന്നാളിൻ്റെയും ഇയർ എൻഡിങ്ങിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ ഫുൾ ടാങ്ക് ഫ്യൂല് കൊടുക്കുകയാണ്. ഡീസലാണ് മാർച്ച് 31 വരെ, പെട്രോൾ ആണെങ്കിൽ പെട്രോൾ മാർച്ച് 31 വരെയാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത്. ഇന്നത്തെ ഡേറ്റ് വരുന്നത് മാർച്ച് 11 ആണ്. അപ്പോൾ 20 ദിവസം വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ആ 20 ദിവസത്തിനുള്ളിൽ വന്ന് വണ്ടി എടുത്താൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറയാം, എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ മെട്രോ പില്ലർ നമ്പർ 257 മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെ. അതെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നോമ്പൊക്കെയാണ്, അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ട്, നോമ്പ് തുറക്കാറാവുന്നു അല്ലേ? 1 മണിക്കൂർ കൂടി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഓക്കെ.